Meet the editors. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ആരും തന്റെ രാജി ചോദിച്ചു വരേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഹാവിജയം നേടിയ UDFന്റെ വോട്ട് കുറഞ്ഞതും BJPയുടെ ജയവുമാണ് പരിശോധിക്കേണ്ടത്. BJP മുഖ്യ ശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണ്. നിങ്ങൾ തൽക്കാലം ജയിച്ചതിൽ ഞങ്ങൾക്ക് വേവലാതിയില്ലെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. CPMനുണ്ടായത് ജീർണതയെന്നും VD സതീശൻ പറഞ്ഞു. 2019 LDFന് 71,56,000 വോട്ടാണ് ലഭിച്ചത്. ഞങ്ങൾക്ക് ഇപ്പോൾ 66,64,000 വോട്ടാണ് ലഭിച്ചത്. അപ്പോൾ 4,92,000 കുറവ്. ഈ എല്ലാ ആനുകൂല്യവും കിട്ടിയ നിങ്ങളുടെ സ്ഥിതിയോ ആലോചിക്കാൻ പറയുകയാണ് ഞാൻ. 2019 96,29,000 വോട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് 90,17,000 വോട്ടാണ്. അപ്പോൾ 4,92,000 കുറഞ്ഞ ഞങ്ങൾ, 6,11,000 കുറഞ്ഞ നിങ്ങൾ. ആരുടെ കുറവാണ് വലുത്? ഇതല്ലേ കണക്ക് നോക്കേണ്ടത്. നിങ്ങൾ തോറ്റു എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ മഹാവിജയം നേടി. ആ മഹാവിജയം നേടിയ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞു അത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളും BJPയും തമ്മിൽ ഒരു അവിശുദ്ധമായ ഒരു അൺഹോളി നെക്സസ് ഉണ്ട്, ഒരു അവിശുദ്ധമായ ബാന്ധവുമുണ്ട്. സാറ് തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തന്നെ അത് മുഴുവൻ തെളിയിക്കപ്പെട്ടു. നിങ്ങളുടെ നേതാക്കളും BJPയുടെ കേന്ദ്രമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് ബിസിനസ് നടത്തിയാണ്. നിങ്ങളുടെ പാർട്ടി സമ്മതിക്കുമോ? ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളുണ്ട്. ആ ലെവലിലേക്ക് ഒരുമിച്ച് ബിസിനസ് നടത്തുന്ന തലത്തിലേക്ക് നിങ്ങളുടെ BJP നേതാക്കളും CPM നേതാക്കളുമായി മാറി. ചോദ്യം ഇതാണ്, കണക്കിൽ പിടിച്ചു നിൽക്കുമോ? ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ നമ്മൾ സഭയിൽ കണ്ടത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തൃശ്ശൂരിൻ്റെ കണക്കുകൾ വെച്ചാണ് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കണ്ണൂരിൻ്റെ കണക്ക് പറഞ്ഞും ആ പ്രതിഷേധത്തെ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആ പ്രതിരോധത്തെ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണക്ക് പറഞ്ഞ് പിടിച്ചു നിൽക്കാനാണോ മുഖ്യമന്ത്രിയുടെ ശ്രമം? അത് വിജയിക്കുമോ? നോക്കൂ, കണക്ക് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം കണക്കിലെ കളികൾ മാത്രമല്ല. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ ഒന്നും ചേർന്നാൽ രണ്ടല്ല എന്ന് പറയും. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി എന്താണെന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് 2% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1.25% വോട്ടാണ് കുറഞ്ഞത്. നിങ്ങൾക്ക് 6 ലക്ഷം വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 5 ലക്ഷം വോട്ടാണ് കുറഞ്ഞത്. ആ അർത്ഥത്തിൽ നഷ്ടം വന്നിരിക്കുന്നത് UDFനാണ് എന്ന് മുഖ്യമന്ത്രി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ എന്താ പറഞ്ഞത്? അവിടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ വോട്ട് കുറഞ്ഞത്, മറ്റു മന്ത്രിമാരുടെ മണ്ഡലത്തിലെ വോട്ട് കുറഞ്ഞത്, ഓരോ ബൂത്തിലെയും വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നതെന്ന് അന്വേഷിക്കണമെന്ന് തിരിച്ചു പറയുന്നു. നോക്കൂ, ഇങ്ങനെ ഓരോ ബൂത്തിലെയും കണക്കെടുത്ത് വെച്ച് പരിശോധിച്ചാലൊന്നും രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യുന്നൊരു പ്രക്രിയ അല്ല അത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തിലെ മനുഷ്യന്മാർ ഈ യാന്ത്രികമായി വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി യാന്ത്രികമായി പോളിംഗ് ബൂത്തിലെത്തി യാന്ത്രികമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പരിപാടിയല്ല. അവരൊരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തുകൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ അനലൈസ് ചെയ്യേണ്ടത് രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെയാണ്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മാത്രമാണ് എവിടെയാണ് വീഴ്ച പറ്റിയത്, എവിടെയാണ് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. നമുക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏറ്റവും കൃത്യമായി വിലയിരുത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ ഒരു നോട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കൃത്യമായി വിലയിരുത്തിയത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനാണ്. K. സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ന്യൂഡൽഹിയിൽ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞതെന്താണെന്നറിയോ? കേരളത്തിൽ കേവലമായ വോട്ട് ഷിഫ്റ്റ് അല്ല, ആശയപരമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. നോക്കൂ, K. സുരേന്ദ്രനെ പോലൊരാൾ വളരെ കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നു. കേവലമായ വോട്ട് ഷിഫ്റ്റ് അല്ല, ആശയപരമായ മാറ്റമുണ്ടായിരിക്കുന്നു എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ആ പ്രശ്നത്തെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ അഭിസംബോധന ചെയ്യേണ്ടത്. അല്ലാതെ ഓരോ ബൂത്തിലെയും കണക്കെടുത്തിട്ട് 125 വോട്ട് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി, 115 വോട്ടേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ, ഞങ്ങൾക്ക് അവിടെ 1001 വോട്ട് കിട്ടി, നിങ്ങൾക്ക് 900 വോട്ടേ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ഒന്നുകിൽ മനഃപൂർവ്വമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ അറിഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. രണ്ടിലേതോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. നമുക്ക് കേരളത്തിലെ UDF LDF എന്ന് പറയുന്ന രണ്ട് മുന്നണികളുടെ സാമുദായിക ഘടനയൊന്ന് പരിശോധിച്ചാൽ എക്കാലവും UDF എന്ന് പറയുന്ന മുന്നണിയുടെ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിലെ മുന്നോക്കക്കാരാണ്. അത് നായർ വിഭാഗമാണ്. ഈ പറയുന്ന K. കരുണാകരൻ എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരിലേക്ക് നടത്തുന്ന യാത്ര എന്നൊക്കെ പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. അത് ഈ നായർ വിഭാഗത്തെ വലിയ രീതിയിൽ കോൺഗ്രസുമായി അടുപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ മറ്റൊരു ശക്തി എന്തായിരുന്നു? കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളായിരുന്നു. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളും UDFനോടൊപ്പം നിന്നു. അതായിരുന്നു UDFൻ്റെ സാമുദായിക ഘടന. LDFൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്?
LDFിൻ്റെ കാര്യത്തിൽ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ, അതായത് ഈഴവ വിഭാഗം, അതുപോലെ തന്നെ ദളിതരായിട്ടുള്ള വിഭാഗങ്ങൾ, മറ്റ് അധസ്ഥി വിഭാഗങ്ങൾ, ഇവരൊക്കെ ആയിരുന്നു LDFിൻ്റെ ശക്തി എന്ന് പറയുന്നത്. 1975 കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് SRP എന്നാണ്, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി. ആ പാർട്ടി എങ്ങനെയാണ് ഉണ്ടായതെന്നറിയാവോ? അത് SNDP യോഗം നേരിട്ടുണ്ടാക്കിയ ഒരു പാർട്ടിയാണ് കേട്ടോ. ഇപ്പോഴത്തെ BDJS പോലെയല്ല. BDJSനെ SNDP യോഗം ഓൺ ചെയ്യുന്നില്ല. പക്ഷേ SRP എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയല്ല. SRP SNDP യോഗം നേരിട്ട് കൊടുത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ കാര്യം എന്താ? അവിടെ NSS ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു, NDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെയും KP രാമേന്ദ്രൻ നായരുടെയൊക്കെ നേതൃത്വത്തിൽ NDP ഉണ്ടായത് 1974 അപ്പോൾ SNDPക്കാർക്ക് തോന്നി നമുക്കൊരു പാർട്ടി വേണമല്ലോ എന്ന് തോന്നി. അങ്ങനെ SRP എന്നൊരു പാർട്ടി ഉണ്ടാക്കി. ചെറിയൊരു മാറ്റമല്ല രാഷ്ട്രീയ രംഗത്ത് ഈ NDPയും SNDPയുടെ പാർട്ടിയായിട്ടുള്ള SRP ഉണ്ടാക്കിയത്. NDPക്ക് 5 MLA-മാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് 1980 തെരഞ്ഞെടുപ്പിൽ. SRPക്ക് 2 MLA-മാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഏതൊക്കെയാണ്? കരുനാഗപ്പള്ളിയും കോട്ടയവും. ഈ 2 പാർട്ടികളും ആരോടൊപ്പം നിന്നതെന്നറിയാമോ? കേരളത്തിൽ UDF മുന്നണിയുടെ ഭാഗമായിരുന്നു. UDF മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഈഴവ സംഘടനയായ SNDPയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SRP, കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ജസ്റ്റിസ് ശ്രീനിവാസൻ എന്ന് പറയുന്ന SRPയുടെ നേതാവായിട്ടുള്ള കോട്ടയത്ത് നിന്ന് വിജയിച്ച MLA എക്സൈസ് മന്ത്രിയായിരുന്നു കരുണാകരൻ്റെ മന്ത്രിസഭയിൽ. ആ SRP എന്നുള്ള പാർട്ടി ഇന്നെവിടെ? NDP എന്നുള്ള പാർട്ടി എവിടെ? 1996 ഈ 2 പാർട്ടികളും അപ്രത്യക്ഷമായി. പക്ഷേ ഈ SRP എന്ന് പറഞ്ഞ പാർട്ടി വന്നിട്ട് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. എപ്പോഴും നമ്മൾ പറയുമല്ലോ, ഇടതുപക്ഷത്തിൻ്റെ സ്ട്രോങ് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പിന്നാക്ക ഈഴവ വിഭാഗങ്ങളും മറ്റ് സമുദായങ്ങളുമാണ്, അധസ്ഥിതരാണ്, ആ ദളിത് വിഭാഗങ്ങളാണ്. അപ്പോൾ ആ വിഭാഗങ്ങളിൽ ഒരു ചോർച്ചയും ഉണ്ടാക്കാൻ SRPക്ക് കഴിഞ്ഞില്ല. അതേപോലെ NDP എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈ നായന്മാരെ മുഴുവൻ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചെങ്കിലും അവർക്ക് ഈ കോൺഗ്രസിൽ നിന്ന് നായർ വിഭാഗങ്ങളെ അടർത്തി മാറ്റാനും കഴിഞ്ഞില്ല. അങ്ങനെ NDPയും SRPയും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, കേരളത്തിൽ BJPയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റായിരുന്നു ഈ BDJS എന്ന് പറയുന്നത്. BDJS എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറയുന്നൊരു കാര്യം BDJSും SNDP ആയിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ്. പക്ഷേ പല സമ്മർദ്ദങ്ങളിലൂടെ വെള്ളാപ്പള്ളി നടേശൻ കാസർഗോഡ് എന്നൊരു യാത്ര നടത്തിയിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമല്ലോ, 2015 സമത്വ മുന്നേറ്റ യാത്രയെന്നായിരുന്നു അതിൻ്റെ പേര്. ആ യാത്ര ശംഖുമുഖം കടപ്പുറത്ത് അവസാനിക്കുമ്പോൾ അദ്ദേഹം ഒരു പാർട്ടിക്ക് പേരിട്ടു. എന്താണ്? ഭാരത ധർമ്മ ജനസേന, BDJS. അതിൻ്റെ ഫ്ലാഗും അദ്ദേഹമാണ് ഉയർത്തി കാണിച്ചത്. തുഷാർ വെള്ളാപ്പള്ളിയാണല്ലോ ആ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആ BDJS ശരിക്കും പറഞ്ഞാൽ SNDPയുടെ പ്രോജക്റ്റ് അല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെയോ തുഷാർ വെള്ളാപ്പള്ളിയുടെയോ പ്രോജക്റ്റ് അല്ല. അത് ശരിക്കും BJPയുടെ പ്രോജക്റ്റാണ്. എന്തിനാണ്? ഈഴവ വിഭാഗങ്ങളിലേക്ക് ഒരു ഇൻട്രോഡ് ഉണ്ടാക്കണം. അത് വലിയ പ്രയാസമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈഴവ ജനവിഭാഗം എന്ന് പറയുന്നത് അങ്ങേയറ്റം കമ്മിറ്റഡാണ് CPM-നോടും ഇടതുപക്ഷത്തോടും. കാരണം അവരുടെ അധസ്ഥിതമായ അവസ്ഥയിൽ നിന്ന് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ പറയുന്ന CPM എന്ന് പറയുന്നത്, CPI എന്ന് പറയുന്നത്. അതിനുള്ള കമ്മിറ്റ്മെൻറ്റ് ആ സമുദായത്തിന് ചെറുതായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നോക്കൂ, 2015 തുടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. 16 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിയാണ് ഒരു 4% വോട്ട് BDJSന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 19 നടന്ന തെരഞ്ഞെടുപ്പിലും പിന്നീട് 21 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2% താഴെയാണ് അവരുടെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. വലിയ മാറ്റമൊന്നും BDJS ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, അതായത് 9 വർഷം കഴിയുമ്പോൾ, ആ ഈഴവ സമുദായത്തിൽ നിന്നൊരു നല്ല വിഭാഗം CPM-ൽ നിന്ന് പൊളിറ്റിക്കലി എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു? നേരെ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ BDJSൻ്റെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് പിന്നെ ശംഖുമുഖത്ത് അവസാനിച്ച് ഈ സമത്വ മുന്നേറ്റ യാത്രയുടെ മുഖ്യ സംഘാടകരായിരുന്നു അറിയാമോ? RSSകാരായിരുന്നു. RSSകാരാണ് ആ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് വളരെ കൃത്യമായിട്ട് അവർ ഈ ശാഖായോഗങ്ങളിലുള്ള ആളുകളുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുണ്ടാക്കി ആ രീതിയിലാണ് ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വികസിപ്പിച്ചു കൊണ്ടുവന്നത്. 10 വർഷം കൊണ്ട് അത് റിസൾട്ട് ഉണ്ടാക്കിയെന്ന് ഞാൻ പറയുന്നത്. ഈ ആശയപരമായ മാറ്റത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്. എന്താണ് കേരളത്തിൻ്റെ ഈ മുന്നണി സംവിധാനങ്ങളിൽ നിലപാടെടുത്ത് നിന്നിരുന്ന സാമുദായിക ഘടനകളിൽ എങ്ങനെ മാറ്റം വന്നിരിക്കുന്നു? അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ആലപ്പുഴ എൻ്റെ നാടാണ്, എനിക്കറിയാം ആലപ്പുഴയിലെ ഈ ഈഴവ വിഭാഗത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് ഈ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയത് BJP എവിടെയാണ്? ആലപ്പുഴയിലാണ്. SNDP യോഗത്തിൻ്റെ ആസ്ഥാനം ആലപ്പുഴയിലാണ്. വെള്ളാപ്പള്ളി നടേശനാണല്ലോ അതിൻ്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ നൂറ്റാണ്ടായിട്ട്. അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. അവിടെ 11% വോട്ട് വർധനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് വർധന ഉണ്ടായിരിക്കുന്ന ആലപ്പുഴയിലാണെന്നേ. അത് മാത്രമാണ് ഈ പുന്നപ്ര വയലാർ സ്മാരകം നിൽക്കുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ NDAയും CPM-ഉം തമ്മിലുള്ള വോട്ട് വ്യത്യാസം എത്രയാണ്? 110 വോട്ട്.
കായംകുളത്ത്, ഹരിപ്പാട്ട്, ചേർത്തല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ CPM വലിയ ശക്തിയുള്ള കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ 3ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തേക്കും പോയിരിക്കുകയാണ് ആരിഫ് എന്ന് പറയുന്നത്. 2 പഞ്ചായത്തുകളിൽ, പത്തിയൂർ പഞ്ചായത്തിലും ചെറ്റുകുളങ്ങര പഞ്ചായത്തിലും 3ാം സ്ഥാനത്താണ് CPM. ഈ രീതിയിലൊരു വലിയ ഷിഫ്റ്റ് അവിടെ ഉണ്ടായിരിക്കുന്നു. ആലപ്പുഴ മാത്രം എടുക്കേണ്ട, ആറ്റിങ്ങിലും അങ്ങനെ തന്നെയാണല്ലോ. ആറ്റിങ്ങിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയ 16,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് വി ജോയിയും വി മുരളീധരനും തമ്മിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 17,000 16,000 വോട്ടിൻ്റെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ മുന്നേറ്റം BDJS-ലൂടെ നുഴഞ്ഞു കയറി ഒരു എന്താ പറയുക ഈഴോ വിഭാഗങ്ങളിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റാണ് കേരളത്തിലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മുഖ്യമന്ത്രി നിങ്ങൾക്ക് 2% കിട്ടി കുറഞ്ഞു, ഞങ്ങൾക്ക് 1.25 കുറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് 6 ലക്ഷം കുറഞ്ഞു, ഞങ്ങൾക്ക് 5 ലക്ഷമേ കുറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഈ കണക്ക് വെച്ചിട്ടുള്ള കളികൾക്കപ്പുറത്ത് കേരളം മാറി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ഈ രാഷ്ട്രീയ ബോധത്തിനകത്ത് സാമുദായിക സംഘടനകൾ എടുത്തിരുന്ന നിലപാടുകളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. ആ വ്യത്യാസമെന്ന് പറയുന്നത് വോട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ വോട്ടെന്ന് പറയുന്നത് ഒരു 3ാം ചേരിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ സാഹചര്യത്താണ് യഥാർത്ഥത്തിൽ അഭിസംബോധന ചെയ്യേണ്ടത്. അല്ലാതെ ഗുരുവായൂരിലെ കണക്ക്, ഒല്ലൂരിലെ കണക്ക്, മണലൂരിലെ കണക്ക്, അത് തിരിച്ച് അന്തിക്കാടിലെ കണക്ക്, കല്യാശ്ശേരിയിലെ കണക്ക്, ധർമ്മടത്തെ കണക്ക്, മട്ടന്നൂരിലെ കണക്ക്, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിന്നാൽ മറ്റൊരു ചേരി ശക്തിപ്പെട്ടു വരുന്നതിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നില്ല. ഒന്നുകിൽ നമ്മളെ പറ്റിക്കുകയാണ് ഇവർ രണ്ടും കൂടി ചേർന്ന്. കാരണം വെച്ചാൽ ഇവർക്ക് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ബോധ്യമുണ്ട്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ തുറന്നു പറയാതെ കണക്കിലെ കളികൾ മാത്രം അവതരിപ്പിച്ച് ജനങ്ങളെ വീണ്ടും പറ്റിക്കാമെന്ന് ഈ ഇരു മുന്നണികളും വിചാരിക്കേണ്ട. കാരണം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നേ. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകളാണ് കേരളത്തിലുള്ളവർ. അവർ ഈ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുകയും കൃത്യമായ വിലയിരുത്തലുകളിലേക്ക് എത്തുകയും ചെയ്യും. ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ടോ. ഈ 2015 BDJS ഉണ്ടായതിനു ശേഷമേ 2016 വെള്ളാപ്പള്ളി നടേശന് ഈ കേന്ദ്ര സേനയുടെ സെക്യൂരിറ്റി കൊടുത്തിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് ആ സെക്യൂരിറ്റി ഉണ്ട്. വൈക്കാറ്റ് എന്താ കാര്യം എന്നറിയോ? 2016 ഈ കേന്ദ്ര സർക്കാർ ഈ അദ്ദേഹത്തിന് ഈ സെക്യൂരിറ്റി കൊടുക്കാനുള്ള കാരണം പറഞ്ഞത് കോയമ്പത്തൂർ അൽ ഉമ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, മുസ്ലിം സംഘടനയാണ്. ആ സംഘടന ഇദ്ദേഹത്തിന് ഭീഷണി ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന വൈ കാറ്റഗറി സെക്യൂരിറ്റി കൊടുത്തത്. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ല വെള്ളാപ്പള്ളി നടേശൻ ഈ മുസ്ലിം വിരോധം പറയുന്നതെന്നേ. 2014 സെക്യൂരിറ്റി കൊടുക്കണമെങ്കിൽ ആ സമയം മുതൽ ഒരു മുസ്ലിം തീവ്രവാദി സംഘടനയുടെ ത്രെട്ട് ഉണ്ടാകണമെങ്കിൽ അപ്പോൾ മുതൽ അദ്ദേഹം മുസ്ലിം വിരോധം പറഞ്ഞു തുടങ്ങണമല്ലോ. ഞാൻ ഇപ്പോഴും ഓർത്ത് വെച്ചിട്ടുണ്ട്, എത്രയോ കാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് തുടർച്ചയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ നേട്ടങ്ങളും ഈ പറയുന്ന സംഘടിത വോട്ട് ബാങ്ക് എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ മുസ്ലിം വിരോധം തുടർച്ചയായി അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പറയാറുള്ളത്, കൂടുതലായും ഉന്നയിക്കാറുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടുന്നതിൽ, അധിക സീറ്റുകൾ നേടുന്നതിൽ, അധിക സ്ഥാപനങ്ങൾ നേടുന്നതിലൊക്കെ മുസ്ലിങ്ങളുടെ ഒരു സംഘടിത വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അവരുടെ നേട്ടം കൊയ്യുന്നു. അതിന് LDFും UDFും ഒരുപോലെ വഴിപ്പെടുന്നു, അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നുള്ള ആശയം കഴിഞ്ഞ 9 വർഷമായി 8 വർഷമായി വെള്ളാപ്പള്ളി നടേശൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമുദായത്തിനകത്ത്. ഇപ്പോൾ എന്താ സംഭവം? കൃത്യമായ മുസ്ലിം വിരോധം ഈഴവ കമ്മ്യൂണിറ്റിക്കകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ എന്താ നോക്കുക, അവർ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്ന CPM വലിയ രീതിയിൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയും അവരെ പ്രീണിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഏകപക്ഷീയമായി പോവുകയും ചെയ്യുന്നുള്ളൊരു കാര്യം പടർത്തിവിടാൻ ആ സമുദായത്തിനുള്ളിൽ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഒറ്റയടിക്കാണ് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ട് ഷിഫ്റ്റ് വന്നിരിക്കുന്നത്. ഈ വോട്ട് ഷിഫ്റ്റ് കേരളത്തിലെ സാമുദായിക ഘടനയെ മാറ്റുന്ന ഒന്നാണ്, രാഷ്ട്രീയ മുന്നണി ഘടനയെ മാറ്റുന്ന ഒന്നാണ്. അവിടെ അതിൻ്റെ വിജയം കൊയ്തിരിക്കുന്നതും ഇനി മുന്നോട്ട് കൊയ്യാൻ പോകുന്നതും നിശ്ചയമായും BJP ആണ്. അരുൺ, ഈ കഴിഞ്ഞ ദിവസമാണല്ലോ 72 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ത്യയിൽ 72 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ 27 മന്ത്രിമാർ ഏത് വിഭാഗത്തിൽ നിന്നാണ് നിങ്ങൾക്കറിയാവോ? OBC വിഭാഗത്തിൽ നിന്നാണ് 27 മന്ത്രിമാർ. 10 മന്ത്രിമാർ വന്നത് ഏത് ഭാഗത്തു നിന്നാണെന്ന് അറിയാമോ? ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നാണ്. 5 മന്ത്രിമാർ വന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ നിന്നാണ്. മൊത്തം കണക്കെടുത്ത് നോക്കിയേ, 42 മന്ത്രിമാർ. അതായത് 72 മന്ത്രിമാരിൽ 42 മന്ത്രിമാർ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ്ഗങ്ങളിൽ നിന്നുമാണ് ഭൂരിപക്ഷം മന്ത്രിമാർ. ഇത് BJPയുടെ ഒരു പ്രോജക്റ്റാണ്. നമ്മളിപ്പോൾ അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കിയേ, ഈ ഛത്തീസ്ഗഡിൽ ആരാ മുഖ്യമന്ത്രിയായത്? ട്രൈബായിട്ടുള്ള വിഷ്ണുദിയോ സായി എന്ന് പറയുന്ന ആളാണ് ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി ആയത് ആരാ? മോഹൻ യാദവ്, OBC ആണ്. അതേസമയം രാജസ്ഥാനിൽ ആരാ മുഖ്യമന്ത്രിയായത്? ഭജൻലാൽ ശർമ്മ, ബ്രാഹ്മിനാണ്. വലിയ കൃത്യമായൊരു കാസ്റ്റ് കോമ്പിനേഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലൊന്നും എടുത്തു നോക്കിയേ, ഇപ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപി നായരാണ്, അല്ലേ? ജോർജ് കുര്യൻ ക്രിസ്ത്യാനിയാണ്. അതെ, അത് മാത്രമല്ല K. സുരേന്ദ്രൻ ഈഴവ വിഭാഗത്തിൽ നിന്ന് വരുന്ന നേതാവാണ്. ആ രീതിയിലൊരു കാസ്റ്റ് കോമ്പിനേഷൻ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന മുന്നോക്ക ഹിന്ദു വിഭാഗങ്ങളും പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളും ക്രിസ്ത്യൻസും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ജാതി കോമ്പിനേഷൻ വർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് BJP കേരളത്തിലുള്ളത്. ആ ശ്രമം വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വലിയ വോട്ട് പെർസെൻറ്റേജ് ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. ചെറിയ കാര്യം, 4% വളർച്ച എന്ന് പറയുന്നത് നിസ്സാരമായി കാണണ്ട. ഒരു സീറ്റിൻ്റെ വിജയം നിസ്സാരമായി കാണണ്ട. അപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വിജയിക്കുന്നു. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ഇവിടെ ഈ കണക്കിലെ കളികൾ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നുള്ളിരസിക്കുകയാണ് ഈ പറയുന്ന രണ്ട് മുന്നണികളും. ആ കാഴ്ചയ്ക്കാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് നിങ്ങൾ ഈ ഇരു മുന്നണികളും നിങ്ങളുടെ കണ്ണോടിച്ചില്ല എങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എങ്കിൽ, ഒരു മൂന്നാം ചേരി എന്ന് പറയുന്നത് 26-ൽ വലിയ ശക്തിയായി കേരളത്തിൽ ഉയർന്നു വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. ഒരു ഇടവേള. കണക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നാണ്. കണക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വാദം. ഇന്ന് മുഖ്യമന്ത്രി തൃശ്ശൂരിൻ്റെ കണക്കാണ് അവതരിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം ബോധപൂർവം പറയാതെ പോയ കണക്ക് കണ്ണൂരിൻ്റെ കണക്കാണ്. ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. കണ്ണൂരിൽ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, ഉദുമ, കാഞ്ഞങ്ങാട്. ഞാനിതിൽ കല്യാശ്ശേരി എടുക്കാം, തൃക്കരിപ്പൂരും. കല്യാശ്ശേരിയിൽ എന്താ സംഭവിച്ചത്? CPM-ന്റെ കോട്ടയാണ് എന്ന് ഓർമ്മിക്കണം. കല്യാശ്ശേരിയിൽ BJP വോട്ട് 9,854-ൽ നിന്ന് 17,688 ഉയർന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 100% വർധനമാണ് കല്യാശ്ശേരി പോലെ ഒരു മണ്ഡലത്തിൽ BJPക്ക് ഗുണകരമായി. കോട്ടയിൽ CPM-ന്റെ കോട്ടയിൽ CPM-ന്റെ വോട്ട് ബേസ് ഏതാണെന്നറിയാമോ? തീയ വിഭാഗത്തിൽപ്പെട്ട വോട്ട് ബേസാണ് കല്യാശ്ശേരിയിൽ. നോക്കൂ, പയ്യന്നൂരിൽ പാർട്ടിയുടെ വോട്ട് 9,268-ൽ നിന്ന് 18,466 വർദ്ധിച്ചു. 200% വർധനമാണ്. 200%, ചെറിയ കണക്കല്ല. 200% വർധനവ് ആയി വർദ്ധിക്കുന്നു. 9,198. ഇനി തൃക്കരിപ്പൂരിൽ BJP വോട്ടുകൾ 8,682-ൽ നിന്ന് 17,085 വർദ്ധിക്കുന്നു. തൃക്കരിപ്പൂര് ഈ 3 മണ്ഡലങ്ങളുടെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് എടുക്കുകയും ആലപ്പുഴ കൂടി ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് എടുക്കുമ്പോഴാണ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച ആശയാടിസ്ഥാനത്തിൽ എന്താണ് കേരളത്തിലെ സമുദായങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഷിഫ്റ്റ് എന്ന് മനസ്സിലാവൂ. കൃത്യമായി ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ 2015-ലെ സമത്വ മുന്നേറ്റ യാത്രയിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഓർമ്മിക്കുന്നുണ്ടാവും പ്രിയപ്പെട്ട പ്രേക്ഷകർ. മാൻഹോളിൽ വീണ് മരിച്ച നൗഷാദ്. ആ നൗഷാദിനെ കുറിച്ച് അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ 2 പാർട്ടികളിൽ നിന്നും പ്രതികരണം വന്നു. അന്ന് VM സുധീരൻ പ്രതികരിച്ചു, അറസ്റ്റ് ചെയ്യണം. അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. അന്ന് VS അച്യുതാനന്ദനും പ്രതികരിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: നൗഷാദിന് കോമ്പൻസേഷൻ കിട്ടിയത് 2 പേരെ മാൻഹോളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ്. ഈ നൗഷാദ് മാൻഹോളിൽ ഓട്ടോ ഡ്രൈവറാണ്, ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറാണ്. അന്ന് വരെ കേരളം നൗഷാദിന്റെ മതം തിരിഞ്ഞു പോയിട്ടില്ല. അല്ലെങ്കിൽ നൗഷാദിന് മതമുള്ളത് കൊണ്ടാണോ അന്ന് അക്കാലത്തിൽ കോമ്പൻസേഷൻ കൊടുത്തത് എന്നതിന് ആരും അന്വേഷിച്ചില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള തൊഴിലാളികൾ ഒരു മാൻഹോളിൽ വീണ് മരിച്ചപ്പോൾ ആ മാൻഹോളിൽ വീണ് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു മലയാളി രക്ഷാപ്രവർത്തനം നടത്തി അതിൽ മരണപ്പെടുമ്പോൾ അയാൾക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചത് അദ്ദേഹം ഒരു മുസ്ലിം ആണെന്ന് മാത്രമല്ല, ഒരു വാചകം കൂടി പറയുന്നു: ഒരു മുസ്ലിമായെങ്കിലും ജനിക്കാൻ എനിക്ക് കൊതി തോന്നുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ നാം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഇത്തരം വൃത്തികേട് പറഞ്ഞൊരു മനുഷ്യനെ പിന്നീട് LDF സർക്കാർ എവിടെ പ്രതീക്ഷിച്ചെന്നറിയാമോ? നവോത്ഥാന സമിതിയുടെ ചെയർമാനായിട്ടാണ്. നോക്കൂ, കേരള ചരിത്രത്തിൽ സംഭവിച്ചിരിക്കുന്നത് ആകസ്മികമല്ല ഉണ്ണി ബാലകൃഷ്ണൻ. കേരളത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് ഈഴവ സമുദായത്തിനും ഒപ്പം ആ ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തിനും സംഭവിക്കാൻ പോകുന്ന ആശയപരമായ വ്യതിചലനത്തിൻ്റെ സൂചന. പക്ഷേ അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത് കേട്ടില്ല, അറസ്റ്റ് ചെയ്തില്ല. VM സുധീരൻ പറഞ്ഞതും കേട്ടില്ല. ഒടുവിൽ പിന്നീട് ഈ വെള്ളാപ്പള്ളി നടേശനെയാണ് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ പദത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനുള്ള കണക്കാണ് ഇപ്പോൾ വീട്ടിയിരിക്കുന്നത്. ആ സമുദായം ഒന്നാകെ ഇറങ്ങിപ്പോവുകയാണ്. ആ സമുദായത്തിനൊരു വിഭാഗത്തെ ശ്രീനാരായണ ഗുരുവിൽ നിന്ന് അടുപ്പിച്ചു നിർത്താൻ ഒരു പ്രവർത്തനവും സാംസ്കാരികമായി കഴിഞ്ഞ 8 വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. ആ സമുദായം എങ്ങനെയാണ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് എന്നുള്ളതിന് ആശയപരമായി അവരെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമവും കണ്ടില്ല. നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് സമുദായങ്ങൾക്ക് ലഭിക്കുന്ന സ്കീമുകളെക്കുറിച്ച്, സമുദായങ്ങൾക്ക് ലഭിക്കുന്ന സ്കൂളുകളുടെ എണ്ണത്തെക്കുറിച്ച്, ആ സമുദായങ്ങൾക്ക് ലഭിക്കുന്ന ഇളവുകളെക്കുറിച്ച്. അങ്ങനെയല്ല. ഒരു സമുദായത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ കെട്ടിപ്പടുത്തത് ഏതെങ്കിലും തരത്തിൽ SNDP വിഭാഗത്തിലെ മാനേജർക്ക് ഒരു സ്കൂൾ കിട്ടുമെന്ന പ്രതീക്ഷയിലല്ല കേരളത്തിലെ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ CPM-നോടൊപ്പം നിലയുറപ്പിച്ചത്. പകരം അടിസ്ഥാന വർഗം എന്ന് പറയുന്ന ആശയത്തെ അവർക്ക് ബോധ്യപ്പെടുകയും അടിസ്ഥാന തൊഴിലാളി വർഗം എന്ന രീതിയിൽ അവർ സ്വയം മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ OV വിജയൻ്റെ സുന്ദരപ്പൊട്ടിൻ്റെ ഓർമ്മയിൽ പറയുന്നത് പോലെ, നിങ്ങൾ ആരും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടില്ലല്ലോ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് 1957 EMS നമ്പൂതിരിപ്പാടിന്. അത് അടിസ്ഥാന വർഗവുമായി ആ പാർട്ടിയുടെ നേതാക്കൾക്കും ആ പാർട്ടി പ്രവർത്തകർക്കുമുള്ള താദാത്മ്യമായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്നിപ്പോൾ എന്താ പ്രശ്നം? ഈഴവ സമുദായത്തെയും ഈ ബെനിഫിറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന, ഫ്രീബീസിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പ്രത്യേക മുന്നണി അധികാരത്തിൽ വന്നാൽ കൂടുതൽ അപ്പക്കഷണത്തിന് വേണ്ടി
കാത്തു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റിക്കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശനാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ. വെള്ളാപ്പള്ളി നടേശനാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും അങ്ങനെ തന്നെയാണ്. ഹുസൈൻ മടവൂർ രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ അതേ സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കുന്നു. അതേ നവോത്ഥാന സമിതിയുടെ ഈ സർക്കാർ മിനിമം ചെയ്യേണ്ടത് ഈ നവോത്ഥാന സമിതി പിരിച്ചുവിടുക എന്നുള്ളതാണ്. മിനിമം ചെയ്യേണ്ട കാര്യം ഈ നവോത്ഥാന സമിതി പിരിച്ചുവിടുക എന്നുള്ളതാണ്. കാര്യം അതിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായും വർഗീയവൽക്കരിക്കാനുള്ള ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന നേതാക്കളെ ഒരു കണക്കിനും നവോത്ഥാന സമിതിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, എന്താണ് പാർട്ടി ചെയ്തത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് വി.ഡി. സതീശൻ വളരെ രസകരമായ കണക്കിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഞങ്ങൾ 3 നെറേറ്റീവാണ് കേരള സമൂഹത്തിന് മുന്നിൽ വെച്ചത് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അതിൽ ആദ്യത്തെ നെറേറ്റീവ് എന്ന് പറയുന്നത് CPM-ന്റെ കോട്ടകളിലേക്ക് BJP കയറുന്നത് എങ്ങനെയാണ്, CPM ജീർണിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ ജനത കണക്കിലെടുത്ത ഒരു പ്രധാനപ്പെട്ട കണക്കെന്ന് പറയുന്നത് അവരുടെ ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല. അവരുടെ ക്ഷേമനിധി ബോർഡിൽ ഇപ്പോൾ നോക്കൂ, കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ 16 മാസത്തെ കുടിശ്ശിക കൊടുക്കാൻ കിടക്കുകയാണ്. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിൽക്കുകയാണ്. KSEB അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കണക്കുകൾ നിരത്തി പറയുന്നു. ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു വാചകം വളരെ സ്ട്രൈക്കിംഗ് ആണ്. കേരളത്തിലെ ഏത് വീട്ടിൽ പോയി നോക്കിയാലും അവിടെ മോദി ഭക്തനായ ഒരാളെ അല്ല നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുക. ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷവശങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു ഇരയെ ഏത് വീട്ടിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ. ശരിയാണ്. നിങ്ങൾ നോക്കൂ, സർക്കാർ ജീവനക്കാരുടെ വോട്ട് കുറയാൻ കാരണം, തപാൽ വോട്ട് കുറയാൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. തപാൽ വോട്ട് കുറയാനുള്ള കാരണം എന്താ? 19% അവരുടെ ഗഡുക്കൾ കൊടുക്കാനുള്ളത്. 19 ഗഡുക്കൾ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന ബത്ത എന്ന് പറയുന്നത് പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം കൊടുത്തു തീർത്തിട്ടില്ല. ഇനി അതിന് 20,000 കോടി രൂപയുണ്ടെങ്കിലേ ഇപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഇതൊക്കെ കൊടുത്തു തീർക്കാൻ സാധിക്കൂ. അപ്പോൾ ഈ സർക്കാർ ജീവനക്കാരുള്ള വീട്ടിൽ അവർ സ്വാഭാവികമായും ചിന്തിക്കുന്നത് അടുത്ത പേ കമ്മീഷൻ വരാൻ പോകുന്നു. കഴിഞ്ഞ പേ കമ്മീഷന്റെ കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ല, DA കൊടുത്തു തീർത്തിട്ടില്ല. സ്വാഭാവികമായും അവരുടെ വോട്ടിലൊരു വിള്ളലുണ്ടാവും. ഇത്തവണത്തെ തപാൽ വോട്ട് എണ്ണി നോക്കിയപ്പോൾ ചരിത്രത്തിൽ അസാധാരണമായ വിധം തപാൽ വോട്ടുകൾ LDF-ന് ഇടിവ് സംഭവിച്ചിരിക്കുന്നു ജീവനക്കാരുടെ കാര്യത്തിൽ. ഇനി ജീവനക്കാരില്ല പോട്ടെ, മറ്റൊരു വീട്ടിലേക്ക് പോയാലോ 60 വയസ്സ് പിന്നിട്ട ആൾക്കാരുണ്ടെങ്കിൽ 5 മാസമായി അവരുടെ മരുന്നിന് കാശ് കിട്ടിയിട്ടില്ല, ഈ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല. ഇനി ഇതുമല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തൊഴിലാളികളുടെ വീട്ടിലേക്ക് പോകൂ, തയ്യൽ തൊഴിലാളിയുടെ വീട്ടിലേക്ക് പോകൂ, അവരുടെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട പണം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ജനത മുന്നിലുണ്ട് എന്ന് പാർട്ടിക്കും ഒപ്പം സർക്കാരിനും തിരിച്ചറിയുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതല്ലാതെ തൃശ്ശൂരിലെ മാത്രം ചെറി പിക്കിംഗ് ആണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത്. ഞാൻ ഈ പറഞ്ഞതുപോലെ കല്യാശ്ശേരിയെ നിങ്ങൾ തന്ത്രപരമായി വിസ്മരിക്കുകയും നിങ്ങൾ തൃശ്ശൂരിലെ മാത്രം ഒരു വോട്ടിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ചെറി പിക്കിംഗ് നടത്തി. മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഗൗരവമില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കണ്ണൂരും കൂടി പറയണമായിരുന്നു. ഒപ്പം തൃശ്ശൂരിലെ കാര്യം കൂടി പറയുമ്പോഴാണ് അത് സാധ്യമാവുക. പക്ഷേ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാചകം ഇതാണ്: ഇതൊരു അന്തിമമായ പരാജയമേ അല്ല. തീർച്ചയായിട്ടും അങ്ങനെ ആവാനും സാധ്യതയില്ല. പക്ഷേ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് BJP എന്നത് ആലോചിക്കുക എന്നത് മാത്രമല്ല, 8 ഇടങ്ങളിൽ 2ാം സ്ഥാനത്താണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 11ഉം 8ഉം 19 ഇടങ്ങളിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ BJP നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടുത്തെ വോട്ടർമാരുടെ പ്രധാനപ്പെട്ട ഒരു പരിഗണനയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെയോ ആറ്റിങ്ങലിലുള്ള സ്ഥാനാർത്ഥി V. മുരളീധരൻ്റെയോ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെയോ തിരുവനന്തപുരത്ത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മാത്രം വ്യക്തിപ്രഭാവത്തിൻ്റെ വോട്ടുകളല്ല. ആശയപരമായി കേരളത്തിൻ്റെ വോട്ട് ബാങ്കിൽ ഒരു ട്രാൻസ്ഫർ സംഭവിച്ചിരിക്കുന്നു, അതൊരു ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ആശയപരമായി ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്, വോട്ട് ഷിഫ്റ്റ് അല്ല എന്ന കെ സുരേന്ദ്രൻ്റെ ആശയത്തോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അത് നിരന്തരമായി നമ്മുടെ സാമൂഹിക പരിസരങ്ങളെ നിങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ക്ഷേത്രങ്ങൾ വഴിയാണെങ്കിലും സാമുദായിക സംഘടനകൾ വഴിയാണെങ്കിലും അത് വളർത്തിയെടുക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഒരു എഞ്ചിനീയറിങ്ങിനെ സാധ്യമാക്കുന്ന രീതിയിലാണ് വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ CPM-നോടൊപ്പം ചിന്തിക്കാൻ കഴിയുന്ന ഒരു അൾട്ടർനേറ്റീവായ ഒരു സാധ്യതയായി BJP കൂടി വോട്ടർമാർ പരിഗണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് കേവലം ഏതെങ്കിലും ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വോട്ടിനെ മാത്രം കണക്കാക്കിക്കൊണ്ട് നടത്തേണ്ട വിശദമായ ഒരു പഠനമല്ല. പകരം ഓരോ ഗ്രാമത്തിലും ഓരോ ബൂത്തിലും എന്താണ് സംഭവിക്കുന്നത്, അവരുടെ ആശയവിശ്വാസ പ്രമാണങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തളിപ്പറമ്പിലൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ തളിപ്പറമ്പിലെ വോട്ടിൻ്റെ ഷിഫ്റ്റ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. തളിപ്പറമ്പിലെ കാര്യമാണെന്ന് പറഞ്ഞു, പാർട്ടി സെക്രട്ടറിയുടെ വോട്ട് ബേസ് ആണ്. അവിടെ ഓരോ ഗ്രാമത്തിലും വായനശാലകൾ 3, 4, 5, 6 വായനശാലകളുള്ള സ്ഥലമാണ്. ധാരാളം വായിക്കുകയും ധാരാളം ചിന്തിക്കുകയും ചെയ്യുന്ന, ഇപ്പോൾ മയ്യിൽ പോലെയുള്ളൊരു ഗ്രാമത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വീട്ടിൽ വിരുന്നിന് വരുന്ന
ആളുകൾ പുസ്തകം സമ്മാനമായി കൊടുക്കുകയും ഗൃഹപ്രവേശനത്തിന് പോകുന്ന സമയത്ത് അവിടെ ആഘോഷങ്ങൾക്കൊപ്പം പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തൊരു കൾച്ചറുള്ള പ്രദേശമാണ്. ആ പ്രദേശങ്ങളിലൊക്കെ BJPയുടെ വോട്ട് വിഹിതം കൂടുന്നു എന്ന് പറയുന്നത് അസാധാരണമാം വിധം ആശയപരമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു ഒറ്റവാചകത്തിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നു, ആ ആശയ വ്യതിചലനം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് പറയാൻ കഴിയില്ല. അത് കേവലം ഇസ്ലാമോഫോബിക്ക് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനും അപ്പുറം മറ്റു ഘടകങ്ങളുണ്ടാവാം. പക്ഷേ ആ ഘടകങ്ങളെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. കണക്ക് കൊണ്ട് മാത്രം പഠിച്ചു നിർത്താനോ ഇസ്ലാമോഫോബിക് എന്നൊരു സിംഗിൾ നരേഷനിൽ പഠിക്കാവുന്നതോ അല്ല കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്ന സാമുദായിക വോട്ടുകളുടെ ഷിഫ്റ്റിംഗ് എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇടമലക്കുടിയിൽ CPM-നോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള ശേഷി BJP മെമ്പർമാർക്ക് ഉണ്ടാവുന്നത്, അവരിൽ വിശ്വാസമുള്ള ഒരു സമൂഹമായ ആദിവാസി ഗോത്രമേഖല മാറുന്നത് ചെറിയ കാര്യമല്ല. പാളിപ്പോയ മിഷനല്ല ഈവൻ CK ജാനുവിൻ്റെ കാര്യത്തിൽ പോലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1 ലക്ഷം വോട്ടാണ് K സുരേന്ദ്രൻ അവിടെ കൂട്ടിയിരിക്കുന്നത്, വർധന ഉണ്ടാക്കിയിരിക്കുന്നത് വയനാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഈ സമുദായങ്ങളുടെ ഷിഫ്റ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആശയപരമായ ഷിഫ്റ്റാണ്. കണക്ക് കൊണ്ട് മാത്രം നമുക്ക് വിശദീകരിക്കാനോ പഠിക്കാനോ കഴിയാത്തൊരു കാര്യമാണ്. കണക്കൊരു ടൂൾ മാത്രമാണ് എന്നതാണ് എൻ്റെ ടേക്ക്. ഒരിടവേള കൂടി. വെൽക്കം ബാക്ക്. കണക്കുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ശ്രീ അരുൺ, ഇന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് BJP രാജ്യത്തുണ്ടാക്കിയ ഭീതിജനകമായ അന്തരീക്ഷം, അതിൻ്റെ ഫലമായി ഇനി ഇവിടെ ജീവിക്കാൻ കഴിയുമോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം വ്യക്തികളും കുടുംബങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അത്തരം ആളുകൾക്ക് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതിലും അപ്പുറം BJP അധികാരത്തിൽ നിന്ന് പോകണം, മോദി എങ്ങനെയും അധികാരത്തിൽ നിന്നും ഒഴിയണം എന്ന ഈ വികാരം തീവ്രമായിട്ടുണ്ട്. അത് അവരുടെ ജീവൽ പ്രശ്നമാണ്. അവർക്ക് ഇടതുപക്ഷത്തോട് ഒരു വിരോധവുമില്ല. അവർ കാണുന്നത് രാജ്യത്ത് മോദിയുടെ ഭരണം ഒഴിവാക്കുക, പുതിയ ഒരു ഗവൺമെൻറ് വരിക. അത് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. ഇന്നത്തെ നിലയിൽ ഇന്ത്യയിൽ സാധ്യമായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് അവർ തീരുമാനിക്കുകയാണ്, ചിന്തിക്കുകയാണ്. കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ് നല്ലതെന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ട് നിങ്ങൾ ജയിച്ചു. അതുകൊണ്ട് അല്ലാതെ ഇത് ഞങ്ങൾക്കെതിരെ ആയ ഒരു വികാരമേ അല്ല. ഇതാണ് ഇന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിച്ചു എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയല്ലായിരുന്നോ ഈ പറഞ്ഞ പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത്? കാരണം കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾ ചെയ്തതും കറക്റ്റായ കാര്യമല്ലേ? മോദി അധികാരത്തിൽ വരികയാണ്, സുരേഷ് ഗോപി മന്ത്രിയാവും, എന്നാൽ പിന്നെ സുരേഷ് ഗോപിനെ ജയിപ്പിച്ച് കളയാം എന്ന് വിചാരിച്ചു എന്നും കൂടെ പറയണ്ടേ ആ കൂടെ? അവിടെ എന്ത് പറഞ്ഞു? അവിടെ തൃശ്ശൂരിലെ കണക്കെടുത്തിട്ട് ഇന്ന മണ്ഡലത്തിൽ കുറഞ്ഞു, ഇന്ന മണ്ഡലത്തിൽ കൂടി എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. 2019 71,56,000 LDFൻ്റെ വോട്ട്. അത് 2024 66,64,000 ആയി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 4,92,000 കുറവ്. 2019 UDFൻ്റെ വോട്ട് എന്ന് പറയുന്നത് 96,29,000 ആയിരുന്നു. അത് 2024 9,17,000 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 90,17,000 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 6,17,000 കുറവ് സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിണറായി വിജയൻ അവിടെ ശ്രമിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് 4% വ്യതിയാനം ഇവിടെ വന്നിട്ടുള്ളൂ. കേരളത്തിലെ BJPൻ്റെ വർധന 4%. നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. 1.75% LDFൻ്റെയും 2.11% UDFൻ്റെയും കൂടി പോയപ്പോൾ 4%. എന്ന് പറഞ്ഞാൽ എന്താണ്? LDFൻ്റെ UDFൻ്റെ വോട്ട് ആര് കൊണ്ടുപോയി? BJP കൊണ്ടുപോയി. അവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇവർ രണ്ടുപേരും മനസ്സിലാക്കാതെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതല്ല ഇന്ന് അവിടെ കണ്ടത്, നിയമസഭയിൽ കണ്ടത്. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയ്ക്ക് RSSൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രയത്നം അവിടെ വലിയ രീതിയിൽ നടക്കുന്നുള്ളതാണ്. അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ BDJS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ 2015 ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ആരാ ഉണ്ടാക്കുന്നത്? SNDPൻ്റെ സെക്രട്ടറി കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ വലിയൊരു ജാഥ നടത്തുകയാണ്. ആരുടെ ബേക്കപ്പോട് കൂടിയിട്ട്?
ഇന്ത്യൻ്റെ BJPയുടെ ബാക്കപ്പോട് കൂടിയിട്ട് ഒരു ജാഥ നടത്തുകയാണ് നായാടി മുതൽ നമ്പൂതിരി വരെ. അതിപ്പോൾ ആ ഒരു സംവിധാനത്തെ അവർ അവിടെ എത്തിക്കഴിഞ്ഞ് ആരാണ് SNDPയുടെ ജനറൽ സെക്രട്ടറി തന്നെ എന്തു പറയുന്നു, പിന്നെ BDJS നിന്ന് പേര് പ്രഖ്യാപിക്കുന്നു, കൊടി ഉയർത്തുന്നു, അമിത്ഷാനെ സൈഡിൽ നിർത്തിക്കൊണ്ട് അതൊക്കെ ചെയ്യുന്നത്. അമിത്ഷായാണ് അതിൻ്റെ ഉദ്ഘാടകൻ. ഏത് തിരുവനന്തപുരത്ത് പിന്നെ ശംഖുമുഖത്തെ പരിപാടിയുടെ ഉദ്ഘാടനം അമിത്ഷായാണ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ഒരു വർഷം കഴിഞ്ഞപ്പോൾ SNDPയുടെ ജനറൽ സെക്രട്ടറി മെല്ലെ SNDPയിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് സ്വന്തം മകനെ അതിൻ്റെ പ്രസിഡൻ്റാക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു? അന്നേരമെങ്കിലും ആര് മനസ്സിലാക്കണം, അന്നേരമെങ്കിലും ഇവർ BJPയുടെ ഒരു സംവിധാനമാണ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഇളക്കി മറിച്ച് കൊണ്ടുവന്നതിന് ഇടതുപക്ഷമോ UDF അന്ന് ചിന്തിച്ചില്ല. അന്ന് ഭരിക്കുന്നത് UDF ആണ്. ഈ പറഞ്ഞ നൗഷാദിൻ്റെ ഇഷ്യൂ സമയത്ത് FIR ഇട്ടെങ്കിലും അറസ്റ്റ് നടന്നില്ല. കേസുകൾ ഹൈക്കോടതിയിൽ എനിക്ക് തോന്നുന്നു ഹൈക്കോടതി കോഷ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നത്, ഹൈക്കോടതി കോഷ് ചെയ്തത്. അപ്പം എന്ത് സംഭവിച്ചു? അന്ന് രണ്ടുപേരും അതിനെ മിതുവായി കണ്ടു. അന്ന് നോക്കിയത് എന്താണ്? ഇടതുപക്ഷത്തോട് കൂടി നിൽക്കുന്ന ഈഴവ വോട്ടുകൾ ബാധിക്കരുതെന്നാണ് വിചാരിച്ചത്. കാരണം ഈഴവ വോട്ടുകളേക്ക് ബാധിക്കുന്നതിനേക്കാളും പ്രശ്നമാണ് ഇത് BJP അതിലേക്ക് നുഴഞ്ഞു കയറിയാൽ എന്ന് ഇവർ വിചാരിച്ചിട്ടില്ല. ആ വിചാരിക്കാത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ BJP മിനുവലായി അതിലേക്ക് നുഴഞ്ഞു കയറിയും ഈ പറയുന്ന ആലപ്പുഴ പോലെയുള്ള ഈഴവ കോട്ട എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്ന സ്ഥലങ്ങളിൽ 11% വോട്ടിൻ്റെ വ്യത്യാസം വരുത്തുക എന്ന് പറയുന്നത് 2-2 ഇലക്ഷനല്ല, ഒറ്റ ഇലക്ഷനിലാണ്. 2019, 2024 മാറുമ്പോൾ 11% വ്യത്യാസം എന്ന് പറയുന്നത് 3 മണ്ഡലത്തിലെ വ്യത്യാസമാണ്. ഞാൻ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം മുൻപിലുണ്ടായിരുന്നത് ഒരേ ഒരു മണ്ഡലത്തിലായിരുന്നു BJP ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിയമസഭാ മണ്ഡലത്തിൽ. ഇപ്പോൾ അത് 11 ഉണർന്നു. ആ 11 പോയത് എവിടെയാണ്? ഒരെണ്ണം മാത്രമാണ് ഞങ്ങളുടെ കയ്യിൽ പോയത്. ബാക്കി പോയത് 122 എണ്ണത്തിനകത്ത് 111 കുറഞ്ഞത് UDFൻ്റെയാണ്. എന്ന് പറഞ്ഞാൽ പിണറായി പറയുന്നതിലും കാര്യമുണ്ട്. പിണറായി പറയുന്നതിലും കാര്യമെന്ന് പറയുന്നത് എന്താണ്? ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, നിങ്ങൾ ജയിച്ചു നിൽക്കുന്ന പാർട്ടിയാണെന്ന് ഇന്ന് നിയമസഭയിൽ ചർച്ച നടത്തുന്ന മുഴുവൻ ചർച്ചകളും പിണറായി പറയുന്നത് നിങ്ങൾ ജയിച്ചു നിൽക്കുന്ന പാർട്ടിയാണ്. പക്ഷെ നമ്മൾ തമ്മിലൊരു ധാരണയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ 8 നില പൊട്ടും എന്നുള്ളത് നേരിട്ട് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിരിച്ചു പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട്. നമ്മൾ ഭരിച്ചിരുന്ന സ്ഥലമാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്ന് നേരിട്ട് പറയുന്നില്ലെങ്കിൽ നമ്മൾ ഭരിച്ചിരുന്ന സ്ഥലമാണ്, സെക്യുലർ ആയിട്ടുള്ളൊരു സ്പേസ് ആണ്, അതാണ് ഭീതി ഉണ്ടാക്കുന്ന പ്രതിപക്ഷ നേതാവും പറയുന്നത്. എന്നിട്ട് രണ്ടുപേരും കൂടെ തൃശ്ശൂരേക്ക് വന്നിട്ട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയി. പക്ഷേ അന്നേരവും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ് SNDP യോഗത്തിൽ പിന്നെ BDJS ഉണ്ടാക്കി. എങ്ങനെ നമ്മളൊരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വന്തം മകൻ BDJSൻ്റെ പിന്നെ എന്താ പറയുക NDAൻ്റെ കൺവീനറാണ് കേരളത്തിൽ. സ്വന്തം മകനാണ് ലോകത്തെവിടെ നടക്കുന്നത്. അതായത് ഒരു കയ്യിൽ ഇടതുപക്ഷത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നു, ഒരു കയ്യിൽ BJPയുടെ കയ്യിൽ പിടിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. പറയുന്നത് എന്ത് ശോഭാ സുരേന്ദ്രനാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്, ഷാളിട്ട് സ്വീകരിക്കുന്നു. ആരെയാണ് സ്വീകരിക്കുന്നത്? അവിടെ ആരിഫിനെ സ്വീകരിച്ചിട്ടില്ല. അവിടെ സ്വീകരിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ ജയിച്ച് വരട്ടെ മോളെ എന്ന് പറഞ്ഞാൽ തലേ കൈവച്ച് അനുഗ്രഹിച്ച് വിടുന്ന ആൾ പറയുന്ന ആളാണ് ആര്? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അതിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ എന്ന് പറയുന്നത്. അവരും പറഞ്ഞതാണ് കറക്റ്റ്. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ തലപ്പത്ത് ഇദ്ദേഹത്തെ മാറ്റി എന്ന് പറയുന്ന കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരാളെ ഇരുത്തിയാൽ ആദ്യം ഇടതുപക്ഷം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ഇടതുപക്ഷവും പിന്നെ വലതുപക്ഷവും ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ഇഴകീറി പരിശോധിച്ച് എന്താണ് BJP ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ട് ചെയ്തില്ല, എന്തൊക്കെ കാര്യങ്ങൾ BJPക്ക് ഞാൻ പറയുന്നത് BJP RSS എന്ന് പറയുന്ന സംവിധാനം നമ്മൾ എന്നും മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ജാഥ നടത്തുന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സമരം നടത്തുക, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇന്ന് വരെ ഒരു സമരം നടത്തിയിട്ടുണ്ടോ RSS? ഇതൊക്കെ ചെയ്യുന്ന സംവിധാനം എന്ന് പറയുന്നത് പ്രത്യക്ഷമായിട്ടൊരു സമരവേദിയിൽ RSS വരില്ല. കാരണം അവർ ചെയ്യുന്ന എന്താണ്? ജനങ്ങളിലേക്ക് ഉള്ളിൽ കൂടെ അവർക്ക് വേണ്ടത്. ഇപ്പം ഞാൻ പറയാം, സേവാഭാരതി നമ്മൾ ചോദിക്കുന്ന ഒരു ആക്സിഡൻ്റായി ഒരു ഹിന്ദു പിന്നെ എവിടെയും മരണപ്പെടുന്നത്, സേവാഭാരതിൻ്റെ ആംബുലൻസാണ് വാജി വരുന്നത്. മനസ്സിലായോ? അവിടെ ഒരു ഇടതുപക്ഷത്തിന് ആംബുലൻസ് വരുന്നില്ല, അവിടെ SNDP യോഗത്തിന് വരുന്നില്ല, അവിടെ വരുന്നത് എന്താ? അവിടെ ഒരു UDF-കാരനെ വരുന്നില്ല. ആകെ ചെയ്യുന്ന രണ്ട് പ്രസ്ഥാനം ഞാൻ കണ്ടിട്ടുള്ളൂ, ഒന്ന് ലീഗും ഒന്ന് RSSും. ലീഗിൻ്റെ എന്ന് പറയും, ലീഗിൻ്റെ വാഹനങ്ങൾ പാഞ്ഞു വരും മലപ്പുറം ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ മലബാർ ഭാഗങ്ങളിൽ ലീഗിൻ്റെ ആംബുലൻസുകളും വാഹനങ്ങളും പറന്നു വരും. അതുപോലെ തന്നെയാണ് സേവാഭാരതീനെ വരുന്നത്. വേറൊരു പ്രസ്ഥാനവും അങ്ങനെ ഒരു ഉള്ളിൽ കൂടെ പണിയെടുക്കുന്നത് കാണുന്നില്ല, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അവരെല്ലാം അതാ ചെയ്ത്. അത് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം BJPക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പണിയെടുക്കുകയാണ്. അതിൽ RSSൻ്റെ ഏതെങ്കിലും ശാഖാ പ്രമുഖനോ അല്ലെങ്കിൽ താലൂക്ക് പ്രമുഖനോ അല്ലെങ്കിൽ ജില്ലാ പ്രമുഖനോ ഒന്നും എന്ത് വേണ്ട, അവർക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട, അവരിതിനു വേണ്ടിയിട്ട് പണിയെടുക്കുക. അങ്ങനെ ഒരു പ്രസ്ഥാനം ഈ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും ഇതൊരു വലിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത് നാളെ രാവിലെ വോട്ടായി മാറുമെന്നും, എനിക്കൊരു സഹായം കിട്ടിയാൽ നാളെ ഞാൻ സഹായം കിട്ടിയവനല്ലേ വോട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ.
അങ്ങനെയുള്ള ഒരു സംവിധാനം ഇവർ മനസ്സിലാക്കാതെ ഇവരെന്നും പറയുകയാണ്. എന്നിട്ട് ആകെ വലിയ കാര്യമായിട്ട് പറയുന്നത് എന്താ പറയുക അരുണേ, 4,92,000 ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളൂ, 6,11,000 നിങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളൂ, 2,00,000 ആരാ മുന്നിൽ ഞങ്ങളാവും എന്ന് ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ ഇത് ഞാൻ കുറച്ച് കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് നല്ല കാര്യമാണ്, ഇത് ഡിസ്കസ് ചെയ്യുന്നത് നല്ല കാര്യം. പക്ഷേ ഇതിന് അവിടെ അടി ഉണ്ടാക്കാതെ അതിൻ്റെ സംവിധാനം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, മറ്റേ സന്ദേശ സിനിമയിൽ പറഞ്ഞത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള കാര്യം കറക്റ്റായിട്ടൊന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ തന്നെ 80% പ്രശ്നം ഈ ഇടതുപക്ഷത്തിൻ്റെയും UDF-ൻ്റെയും അല്ല ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും തീരും. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് 11 മണ്ഡലമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് 11 മണ്ഡലമാണ്. 2 വർഷം കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു രസം 2000 ഓരാ ജോബോല് മത്സരിച്ച് ജയിച്ചത് ഒരു മണ്ഡലത്തിലാണ്. അവർ അന്ന് അവിടെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അവർ ആ ഇലക്ഷനിൽ അവിടെ ജയിച്ചു. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം 3 മണ്ഡലമാണ് തിരുവനന്തപുരത്ത്. 3 മണ്ഡലമാണ് തിരുവനന്തപുരത്ത്. മാത്രമല്ല CSDS-ന്റെ ഒരു പഠനം അനുസരിച്ച് 2011 മുതൽ 16 വരെ ഒരു വലിയ നിർണായകമായ വോട്ട് ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദി വരുന്നതിന് മുൻപും നരേന്ദ്രമോദി വന്നതിന് ശേഷവും കേരളത്തിലെ വിവിധ സമുദായങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അന്ന് 5-6% ഉള്ളൂ BJP കേരളത്തിൽ. അതിനുശേഷമാണ് പെട്ടെന്ന് ഈ 15% BJPയുടെ വളർച്ച ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ നായർ വോട്ടുകൾ 11% മാത്രം BJPക്ക് വോട്ട് ചെയ്തിരുന്ന നായർ വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് 43% നായർ കമ്മ്യൂണിറ്റി വോട്ടുകൾ BJPക്കൊപ്പം റാലി ചെയ്യുന്നത് കാണാൻ സാധിച്ചു 2016. വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു ഷിഫ്റ്റായിരുന്നു. എന്നാൽ അതേസമയം അന്ന് SNDP-യിലെ വോട്ട് ഷിഫ്റ്റ് നായർ സമുദായത്തിൻ്റെ വോട്ട് ഷിഫ്റ്റ് പോലെ ആയിരുന്നില്ല. അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു 8-9% മാത്രമാണ് BJP-യിലേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനെ പിടിച്ചു നിർത്താൻ സഹായിച്ചത് LDF-ൻ്റെ നേതൃത്വവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉറച്ച ആശയപരമായ അടിത്തറയും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീവിത പരിസരവും ആ പാർട്ടിക്കുണ്ടായിരുന്നു. പാർട്ടിയുടെ സംഘടനാ മെഷീനറി ആ രീതിയിൽ വളരെ സമഗ്രമായിട്ട് അവരെ ഉൾച്ചേർത്തിരുന്നു. ഇപ്പോൾ BDJS-ൻ്റെ മാതൃകയിൽ ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടെ ഒരു പാർട്ടി ഉണ്ടാക്കി. ഉണ്ണിബാലകൃഷ്ണൻ ഓർമ്മിക്കുന്നുണ്ടാവും, നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി നേരത്തെ എൻ്റെ പേര്. VV അഗസ്റ്റിനും ജോണി നെല്ലൂരും ഒക്കെ ഉൾപ്പെട്ട ഒരു സംരംഭമായിരുന്നു. ആ പാർട്ടി കാര്യമായി ഇൻട്രോഡ് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അങ്ങനൊരു ശ്രമം BJP അവിടെ നടത്തുമ്പോൾ സ്വാഭാവികമായും ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരാദ്യം ലക്ഷ്യമിട്ടത് മാണിയാണ്. പക്ഷേ മാണി ആ ഭാഗത്തേക്ക് പോയില്ല. പിന്നീടാണ് NPP-യിലേക്ക് വരുന്നത്. പക്ഷേ അവരുടെ ചോയ്സ് റോങ് ആയിപ്പോയി. പക്ഷേ അതിനെ അവരെങ്ങനെയാണ് പിന്നീട് വളരെ കൃത്യമായ രീതിയിൽ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി. തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വോട്ടുകൾ മണിപ്പൂർ കത്തി നിൽക്കുന്ന സമയത്തും സുരേഷ് ഗോപിയിലേക്ക് വീഴുന്നു. തൃശ്ശൂരിൽ LC വോട്ടുകൾ പിണങ്ങി നിൽക്കുന്ന സമയത്തും ഇത്രയും ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ അവർക്ക് സഹായിക്കുന്നു. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ നമ്മൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് 2011 മുതലുള്ള മാറ്റങ്ങളുടെ തുടർച്ചയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ വേഗത്തിലാക്കി മാറ്റുന്നത് പ്രത്യേകിച്ച് മോദിയുടെ 3ാം ഊഴം. ജയിക്കുന്നത് വരെ ശ്രമിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. ജയിക്കുന്നത് വരെ ശ്രമിക്കുക, ഞങ്ങൾ ജയിച്ചിട്ടേ നിർത്തുള്ളൂ എന്ന് പറയുന്ന ലെവലിലേക്ക് ജയിക്കുന്നവരെ ശ്രമിക്കുക. ഇപ്പോൾ അരുൺ പറഞ്ഞ ഒരു ഒറ്റ കാര്യം എന്താ അറിയോ, ക്രിസ്ത്യൻ വോട്ട് ബാങ്കൊന്നും ഒരു കാലത്തും BJP-യുടെ കൂടെ നിന്നിട്ടില്ല. ഇന്ന് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൻ്റെ വോട്ട് BJP കിട്ടി സുരേഷ് ഗോപി ജയിക്കുന്ന സാധ്യതയില്ലാത്ത സ്ഥലത്താണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കോട് കൂടി സപ്പോർട്ടോടുകൂടി ജയിക്കുന്നത്. ഒരു കാലത്തും അങ്ങനെ BJP സപ്പോർട്ട് കൂടി. അതുകൊണ്ട് ആശയപരമായ മാറ്റമെന്ന് ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഒരാശയത്തിൽ തീരുമാനം എടുക്കാതെ ഒരിക്കലും ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനൊന്നും നമ്മളൊരു ചെറിയ സ്വാധീനം താമസിച്ചാലും വരില്ല. അത് ആശയ തീരുമാനം എങ്ങനെയാണ്? അത് ഈ ഹമാസ് ഇസ്രായേൽ പ്രശ്നങ്ങളൊക്കെ വലിയ കാര്യമാണ്, ഭയങ്കര കാര്യമാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ഈഴവ സമുദായങ്ങൾക്കിടയിൽ എനിക്കറിയാം നമ്മളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഈ ഈഴവ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ അവർ ശ്രീനാരായണ ഗുരുവിനെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ബ്രാഹ്മണിക്കലായ പ്രാർത്ഥനയും ബ്രാഹ്മണിക്കലായ ജീവിത രീതി അവരവിടെ ഉണ്ടാകുന്നത്. ഒരുതരം ബ്രാഹ്മണിസം ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഈ സാൻസ്ക്രിറ്റൈസേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ അവർ കരുതുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ ശ്രീനാരായണ ഗുരുവിനെ എപ്പോഴും ചില്ലിലടച്ച് കാണാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പടർത്താൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടി വരിക, അതിനെ എൻഡോസ് ചെയ്യാൻ ഒരു സമൂഹം ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് BJP അവിടേക്ക് ഇൻട്രോഡ്സ് ഉണ്ടാക്കുന്നത്. അത് വളരെ കൃത്യമായി അതൊരു വലിയ എൻ ബ്ലോക്കാണ്. NSS-ൻ്റെ കാര്യത്തിൽ കരയോഗത്തിലൂടെ അത് സാധ്യമായി. NSS-ന് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന മെഷീനറി ഉണ്ടായി. അതിന് സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റൊന്നും ആവശ്യമില്ല. അത് ഓൾറെഡി ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഒരു സമുദായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈഴവ സമുദായം അങ്ങനെയല്ല. അതിൽ ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മൾ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന പല ക്ഷേത്രങ്ങളും എന്ന് പറയുന്നത് ഈ ആരാധന രീതിയെ ഉൾക്കൊള്ളുന്നതല്ല. നിങ്ങൾ കണ്ണൂർ പോകുമ്പോൾ നമ്മളെപ്പോഴും MV നികേഷ് കുമാർ പറയുന്നുണ്ടല്ലോ, അവിടെ മീൻ വെച്ചും കള്ളു വെച്ചും അല്ലേ, എങ്ങനെയാണ് അവിടെ തെയ്യത്തിന്റെ കോലങ്ങളാണെങ്കിൽ അതൊരു പ്രതിസാംസ്കാരിക ജീവിതമുണ്ട് അവർക്ക്. പക്ഷെ ആ പ്രതിസാംസ്കാരിക ജീവിതത്തെ ഊട്ടിയുറപ്പിക്കുന്ന സാംസ്കാരിക ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വളരെ വേഗം അതൊരു വോട്ടായിട്ട് മാറും. ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്താൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നൊരു സമുദായം
സമുദായമായി മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പിന്നെ കാര്യം. നരേന്ദ്രമോദി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം OBC നേതാവാണ്. OBC നേതാവാണ്. അപ്പൊ പഴയതുപോലെ ഒരു ഹിന്ദുത്വ വൈരാഗ്യം ഇല്ല. വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നരേന്ദ്രമോദിയായിട്ട് ഇവിടുത്തെ ഈ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക്, അതുപോലെ തന്നെ ദളിത് ആയിട്ടുള്ള വിഭാഗങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ നരേന്ദ്രമോദിയുമായിട്ട്. ഞാൻ പറയുന്നത് ഈ RSSലൊക്കെ ഒരു അല്ല BJPയിലും BJPക്കെതിരെ RSS എപ്പോഴും ഒരു തിരുത്തൽ ശക്തിയായി വരാറുണ്ട്. ഇപ്പൊ തന്നെ അതിന്റെ ഒരു സംവിധാനം തുടങ്ങി എന്നുള്ള ഇപ്പൊ മോഹൻ ഭഗവത് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ അതുപോലെ CPMൽ ഇല്ലാതായിട്ടുള്ള എന്നുള്ളതാണ്. തിരുത്തൽ ശക്തികൾ CPMലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗങ്ങളിലോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക വേദികളുടെ പ്രവർത്തനം ദുർബലമായി തീരുന്നു, അത് സ്തുതിപാഠകരായി തീരുന്നു, അവരൊരു യൂഫോറിയയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിന്റെ വരുമരായികകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വരുന്നത് എന്നാണ് എൻ്റെയും കണക്കുകൂട്ടൽ. അപ്പോൾ കണക്കിൽ പിടിച്ചു നിൽക്കുമോ എന്ന ചോദ്യത്തിന് 3 പേരും കണക്കിൽ പിടിച്ചു നിൽക്കില്ല എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മീറ്റ് എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം നാളെ. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഗുഡ് നൈറ്റ്. Meet the editors.